പലതരം കാറുകൾ കാണാറുണ്ടല്ലോ അല്ലെ? അതെ, നീളം കൂടിയ വാഹനങ്ങള്, അതുപോലെ തന്നെ കുഞ്ഞൻ വാഹനങ്ങള്, ലക്ഷറി ടൈപ്പ് വാഹനങ്ങള്, അങ്ങനെ പല പല വാഹനങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഓരോ വാഹനവും നമ്മൾ വ്യത്യസ്തമാക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഓരോ വാഹനവും വ്യത്യസ്തമാകുന്നത്. അതിലെ ഒരു ടൈപ്പ് വാഹനമാണ് ഇന്ന് ഫോക്കസ് മോട്ടോഴ്സിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതെ, സെഡാൻ ടൈപ്പ് വാഹനം. അപ്പൊ എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഫോക്കസ് മോട്ടോഴ്സിന്റെ കറന്റ് ലൊക്കേഷൻ തന്നെ ഒന്ന് പരിചയപ്പെടാം. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് മഞ്ചേർ റോഡിലാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. സെഡാൻ എന്നുള്ള വേർഡ് പൊതുവെ എല്ലാവരും കേട്ടത് തന്നെ ആയിരിക്കും. അതെ, നല്ല നീളം കൂടിയ കാറുകൾക്കാണ് നമ്മൾ സെഡാൻ ടൈപ്പ് വാഹനങ്ങൾ എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് രാജാക്കന്മാരും പ്രമാണിമാരും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് പല്ലക്ക് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അല്ലെ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ഒരു പല്ലക്കിൽ നിന്നാണ് സെഡാൻ ടൈപ്പ് വാഹനങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് വാഹനങ്ങളൊക്കെ യാത്രകൾക്കൊക്കെ നമ്മൾ ദൂരയാത്ര കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. സെഡാൻ ടൈപ്പ് വാഹനങ്ങൾക്കൊക്കെ 3 കമ്പാർട്ട്മെന്റുകളാണ് വരുന്നത് കേട്ടോ. അതായത് എൻജിൻ കമ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ പാസഞ്ചർ കമ്പാർട്ട്മെന്റ്, അതുപോലെ കാർഗോ കമ്പാർട്ട്മെന്റ് എന്നിങ്ങനെ 3 കമ്പാർട്ട്മെന്റുകളാണ് വരുന്നത്. ഈ ഒരു ടൈപ്പ് വാഹനങ്ങൾക്കൊക്കെ ഡിക്കി ഒരു പുറത്തേക്ക് തള്ളി ഒരു ടൈപ്പിലായിരിക്കും നിൽക്കുക. അതുപോലെ തന്നെ ഡിക്കി സ്പേസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. മറ്റു വാഹനങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സെഡാൻ ടൈപ്പ് വാഹനങ്ങൾക്ക് വീൽ ബേസ് കൂടുതലായിരിക്കും. വീൽ ബേസ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്നല്ലേ? അതായത് ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് ടയറും ബാക്ക് ടയറും നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനിടയിലുള്ള ആ ഒരു സ്പേസ്, അതാണ് നമ്മൾ വീൽ ബേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വീൽ ബേസ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ യാത്രാസുഖം തന്നെയാണ്. ഈ ഒരു വീൽ ബേസ് ഇത്രയും ഡിഫറൻസ് വരുന്നതുകൊണ്ട് തന്നെ അത്രയും കംഫർട്ട് ആയിരിക്കും നമ്മുടെ ഓരോ യാത്രയും. അപ്പൊ നോർമലി നമ്മൾ ഈ വീൽ ബേസ് കൂടുതലായതുകൊണ്ട് തന്നെ ടേൺ റേഡിയസും കൂടുതലായിരിക്കും. അതായത് നമുക്ക് പെട്ടെന്ന് ടേൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്, അതുപോലെ യു ടേൺ ഒക്കെ ചെയ്യേണ്ട ആ ഒരു സമയത്ത് പെട്ടെന്ന് തിരിക്കാനൊക്കെ പ്രയാസം അനുഭവിക്കാറുണ്ട് കേട്ടോ. അത് മാത്രമല്ല സെഡാൻ ടൈപ്പ് വാഹനങ്ങൾക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കുറയുകയും ചെയ്യും. നമുക്ക് യൂസ് ചെയ്യാൻ അത്രയും കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഓഫ് റോഡുകൾക്കൊന്നും ഈ ഒരു ടൈപ്പ് വാഹനങ്ങൾ ഒട്ടും യോജിക്കുന്നതല്ല കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെഹിക്കിൾസിൽ, അതായത് സെഡാൻ ടൈപ്പ് വരുന്ന വാഹനങ്ങളാണ് ഹോണ്ട സിറ്റി, സ്വിഫ്റ്റ് ഡിസയർ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ. അതുപോലെ തന്നെ ലക്ഷറി ടൈപ്പിലേക്ക് വരുമ്പോഴോ ഇതുപോലെ ബെൻസ്, അതുപോലെ ഓഡി, അതൊക്കെ വരുന്നതൊക്കെ ഈ ഒരു സെഡാൻ ടൈപ്പ് രീതിയിൽ വരുന്ന വെഹിക്കിൾസ് തന്നെയാണ് കേട്ടോ. ഈ ലോ ബഡ്ജറ്റ് സെഡാൻ ടൈപ്പ് വെഹിക്കിളിൽ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വെഹിക്കിൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് വരിക. അപ്പൊ ലക്ഷറി ടൈപ്പിലാണെന്നുണ്ടെങ്കിലോ ഓൾ വീൽ ഡ്രൈവ് ആണ് വരിക. ഇത്രയൊക്കെയാണ് സെഡാൻ ടൈപ്പ് വാഹനങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് കേട്ടോ. നമ്മുടെ കയ്യിലും ഒരുപാട് സെഡാൻ ടൈപ്പ് വാഹനങ്ങൾ അവൈലബിൾ ആണ്. ഹോണ്ട സിറ്റി, അൾട്ടീസ്, അതുപോലെ തന്നെ CLA, ബെൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഡിസയർ അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് ടൈപ്പ് സെഡാൻ ടൈപ്പ് തന്നെ ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് വെഹിക്കിൾസ് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ഫോക്കസ് മോട്ടോഴ്സിനായിട്ട് കോൺടാക്ട് ചെയ്തോളൂ.